നമ്മൾ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൂപ്പ് പഠിക്കുന്നത് എന്നുള്ളതാവണേ. ഇപ്പോൾ ഇതെൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനാണെന്ന് വിചാരിക്കുക. ഈ ഔട്ട്പുട്ട് സ്ക്രീനിൽ എനിക്കിപ്പോൾ 1 2 3 4 5 1 മുതൽ 5 വരെ പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുക പ്രിൻ്റ് എഫിൽ 1 എന്ന് എഴുതും, പ്രിൻ്റ് എഫിൽ 2, പ്രിൻ്റ് എഫിൽ 3, പ്രിൻ്റ് എഫിൽ 4, പ്രിൻ്റ് എഫിൽ 5. 1 മുതൽ 5 വരെ ആകുമ്പോൾ എനിക്കത് മതി, എനിക്കിങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം, എനിക്കിങ്ങനെ വന്ന് 1,00,000 വരെ എങ്ങാനും പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ നമുക്കിങ്ങനെ എഴുതി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അതത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇവിടെ നോക്കിയേ, എല്ലാം പ്രിൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നിനെ പ്രിൻ്റ് ചെയ്യുന്നു, ഒന്ന് കൂട്ടി പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡായിട്ട് നമുക്കൊരു ടാസ്ക് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ലൂപ്പിന് മറ്റൊരു പേര് കൂടെ വിളിക്കും. ആ പേരാണ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു പേര് കൂടെ വിളിക്കും. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ലൂപ്പാണുള്ളത്. ഒന്ന് എൻട്രി കൺട്രോൾഡ് ലൂപ്പും മറ്റൊന്ന് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. എൻട്രി കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിളാണ് ഫോറും വൈലും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിളാണ് ഡു വൈൽ. നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി അത് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ലൂപ്പാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി കയറുന്ന സമയത്തൊന്നും നോക്കില്ല, പക്ഷേ ഇറങ്ങി പോകുന്ന സമയത്ത് എന്തോ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. നമുക്കൊരു എക്സാമ്പിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് ആ ക്ലാസ്സിൽ ലേറ്റായിട്ട് വന്നു. ആ കുട്ടി ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ ടീച്ചറുടെ പെർമിഷൻ വേണമെങ്കിൽ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഇനി ടീച്ചർ പറയുകയാണ്, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നോക്കുമ്പോൾ എന്നെ ഇടങ്ങാറാക്കരുത്, നിങ്ങൾക്ക് കയറിയിരിക്കാം, പക്ഷേ ക്ലാസ് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ പെർമിഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അതാണ് ലൂപ്പിൻ്റെ 2 ടൈപ്പ്, എൻട്രി കൺട്രോൾഡും എക്സിറ്റ് കൺട്രോൾഡും. അതിൽ എൻട്രി കൺട്രോൾഡിൽ വരുന്ന ഫോറും വൈലും, എക്സിറ്റ് കൺട്രോളിൽ വരുന്നത് ഡു വൈൽ. ഓക്കെ, ഇനി നമ്മൾ ഏത് ലൂപ്പ് പഠിക്കുമ്പോഴും ആക്ച്വലി അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞ് വ്യത്യാസം വരുന്നുണ്ട് എന്നേ ഉള്ളൂ. എല്ലാറ്റിലും ഈ ഒരു 4 കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഒന്നാമത്തേത് ഇനീഷ്യലൈസേഷൻ. എന്താണ് ഇനീഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനീഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ നമുക്ക് അസൈനിങ്ങെന്നോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വാല്യൂന്നോ അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ഞാൻ i = 1 എന്ന് എഴുതുന്നു, ഇതൊരു ഇനീഷ്യലൈസേഷനാണ്. ഇതിൻ്റെ മീനിങ് എന്താ? ഐയിലേക്ക് ഞാൻ 1നെ കൊണ്ടുപോയി വെച്ചു. ആക്ച്വലി നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാണല്ലോ അല്ലേ വേണ്ടത്. 1 മുതൽ 1 lakh വരെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1ൽ നിന്നല്ലേ. അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വാല്യൂവിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇനീഷ്യലൈസേഷൻ. അതുമല്ലെങ്കിൽ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് മാത്രമല്ലേ നമുക്ക് പ്രിൻറ്റിങ് നടക്കുള്ളൂ, കാരണം മാറി വരണമല്ലോ. അപ്പോൾ ആ വേരിയബിളിലേക്ക് ഞാൻ അസൈൻ ചെയ്ത് വെക്കുന്ന വാല്യൂ ആണ് 1. അതാണ് ഇനീഷ്യലൈസേഷൻ. ഇനി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1,00,000 വരെയല്ലേ പോവേണ്ടത്. അപ്പോൾ 1,00,000-ത്തിനപ്പുറം എനിക്ക് പോകാൻ പാടില്ല. 1,00,000 ആയിക്കഴിഞ്ഞാൽ നിർത്തണം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക, ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് പറയും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഒരു അറ്റം ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും അത് നിർത്തണമല്ലോ. അതല്ലാത്ത പക്ഷം നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് എന്താ ഒരു കാര്യം. അപ്പോൾ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ ലൂപ്പ് എത്ര വരെ പോകണം. ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ 1 മുതലുള്ള നമ്പേഴ്സിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ എത്ര വരെ പ്രിൻ്റ് ചെയ്യണം? 10 വരെയാണോ, 100 വരെയാണോ, 1000 വരെയാണോ, 1,00,000 വരെയാണോ? അതാണ് അതിൻ്റെ കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. ഇനി നമ്മളിപ്പം കണ്ടീഷൻ കൊടുക്കുമ്പോൾ നെഗറ്റീവിലേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഒരു അറ്റമില്ലാതെ കൊടുക്കുകയാണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. ഇനി അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അങ്ങനെയാണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്? അല്ലല്ലോ. 1 2 പോകണം, 2 3 പോകണം, 3 4 പോകണം, 4 5 പോകണം. അങ്ങനെ ഒരു അപ്ഡേഷൻ അവിടെ വരുത്തണ്ടേ. ഇനി നേരെ തിരിച്ചാണെങ്കിൽ 100 199 98 97 തിരിച്ചിട്ടാണെങ്കിലും അപ്പോൾ എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അത് മേ ബി വലുതിൽ നിന്ന് ചെറുതിലേക്കാവാം, ചെറുതിൽ നിന്ന് വലുതിലേക്കാവാം, അല്ലെങ്കിൽ 1 വെച്ച് കൂടുന്നതാവാം, 4 വെച്ച് കൂടുന്നതാവാം. എന്താണെങ്കിലും പ്രശ്നമില്ല, അവിടെ ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ആ അപ്ഡേഷൻ ഒന്നിക്കെങ്കിൽ പ്ലസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്നതാവാം. എന്താണെങ്കിലും അവിടെ ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഇനി ബോഡി ഓഫ് ദി ലൂപ്പ് എന്താണ് ചെയ്യേണ്ടത്? സം ചെയ്യാണോ, പ്രിൻ്റ് ചെയ്യാണോ, മൈനസ് ചെയ്യാണോ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആ ലൂപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബോഡി ഓഫ് ദി ലൂപ്പ്. അതായത് നമ്മൾ ലൂപ്പ് ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാമല്ലോ. അതിൽ ഈ പ്രോഗ്രാമിൽ പ്രിൻ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്. ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ,
ഇനി ഞാൻ എൻട്രി കൺട്രോൾ ലൂപ്പാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രം നമ്മളെ ഉള്ളിലേക്ക് കയറ്റും. ട്രൂ അല്ല ഫോൾസ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലേക്ക് കയറ്റില്ല. അതാണ് ബേസിക് കൺസെപ്റ്റ്. ഫോറുണ്ട് വൈലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എഴുതി. ഫോർ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ വാല്യൂവിന് സ്റ്റാർട്ടിങ് വാല്യൂവിന് അസൈൻ ചെയ്യുക. കണ്ടീഷൻ എന്താണ് എവിടം വരെ പോകണം എന്നുള്ളതാണ് കണ്ടീഷൻ. ദെൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കൂടണം കുറയണം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബോഡി ഓഫ് ദി ലൂപ്പ്, അതായത് എന്താണ് അത് ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഓക്കെ, ഇതിൽ ഒന്നും കൂടെ പറയാം. ഇതിൽ ഇങ്ങനെയാണ് ഫ്ലോ നടക്കുക. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ചെയ്യും, ഒന്നാമത് ഇനീഷ്യലൈസേഷൻ ചെയ്യും, രണ്ടാമത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അതിന് ശേഷം അപ്ഡേഷൻ നാലാമതാണ് നടക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കണ്ടീഷൻ ചെക്ക് ചെയ്യും, എഗെയിൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അതുവരെ. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പ്. സിൻടാക്സ് എക്സ്പ്ലനേഷൻ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലാസ്റ്റ് ഒരു സെമിക്കോളൻ ഇല്ല. ഇങ്ങനെയല്ല പോകുന്നത്. ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ കഴിഞ്ഞ് ഉള്ളിലേക്ക് വരും, അതിനുശേഷം അപ്ഡേഷൻ, പിന്നെയും കണ്ടീഷൻ, ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. 1 മുതൽ 3 വരെ പ്രിൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണിത്. 1 മുതൽ 3 വരെ പ്രിൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ ആദ്യം ഇൻറ്റ് ഐ, അതിൻ്റെ മീനിങ് ഐ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഫോർ i = 1, ഐയിൽ ആദ്യം 1 സെറ്റ് ചെയ്ത് വെച്ചു. ഇനി i <4 ആണോ എന്നാണ് നോക്കേണ്ടത്. i <4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 <4 ആണോ നോക്കണം. 1 എന്ന് പറഞ്ഞാൽ 4നേക്കാൾ ചെറുതാണ്. സോ എൻ്റെ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തും. അവിടെ എന്താ ഉള്ളത്, പ്രിൻ്റ് ഓഫ് %di, ഐയിലുള്ള വാല്യൂ എന്താണോ അത് ഞാൻ പ്രിൻറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഞാൻ 1നെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി എവിടത്തേക്ക് പോകണം എന്നാണ് പറഞ്ഞത്, അപ്ഡേഷൻ പാർട്ടിലേക്ക് പോകണം അല്ലേ. അപ്പോൾ i++, എന്ന് പറയുമ്പോൾ ++ എന്ന് പറഞ്ഞാൽ 1 വെച്ച് കൂടുക എന്നുള്ളതാണല്ലോ. ഐയുടെ വാല്യൂ ഇപ്പം 1 ആണ്, അത് 2 ആയിട്ട് മാറി. ശരി, 2 ആയിട്ട് മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ 2 <4 ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. യെസ്, ആ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്നെ ഒന്നും കൂടെ ഉള്ളിലേക്ക് കടത്തി വിട്ടു. പ്രിൻ്റ് ഓഫ് %di, അപ്പോൾ അതിലുള്ള വാല്യൂവിനെ ഞാൻ പ്രിൻറ്റ് ചെയ്യണം. സോ അതിലുള്ളത് 2 ആണ്. ഞാൻ ആ 2നെ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്യണം, നേരെ അപ്ഡേഷൻ പാർട്ടിലേക്ക് പോകണം. i++, അതിലുള്ള 2 എന്തായിട്ട് മാറി, 3 ആയിട്ട് മാറിയപ്പോൾ ഞാൻ ഒന്നുകൂടെ കണ്ടീഷൻ നോക്കണം. അപ്പോൾ 3 <4 ആണോ നോക്കി. യെസ്, 3 <4 ആണ്. എൻ്റെ കണ്ടീഷൻ അഗെയിൻ ട്രൂ ആയി. സോ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും. അവിടെയുള്ളത് ഐനെ പ്രിൻറ്റ് ചെയ്യണം. സോ ഞാൻ 3നെ പ്രിൻറ്റ് ചെയ്തു. അഗെയിൻ ഒന്നുകൂടെ അപ്ഡേഷൻ നടന്നു. 3 എന്നുള്ളത് 4 ആയിട്ട് മാറി. 4 <4 ആണോ നോക്കി. 4ന് ഈക്വൽ ആണ്, ബട്ട് എന്തല്ല, 4 <4 അല്ല. അപ്പോൾ കണ്ടീഷൻ തെറ്റായി കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഞാൻ നേരെ എന്ത് ചെയ്യേണ്ടി വരും, പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഔട്ട്പുട്ട് 1 2 3 എന്ന് കിട്ടും. ഇതാണ് ഫോർ ലൂപ്പ്. ഇനി വൈൽ ലൂപ്പിലേക്ക് കടക്കുന്ന സമയത്ത് സെയിം ഫോർ ലൂപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ മാത്രം എന്ത് ചെയ്തു, ഒന്ന് ചേഞ്ച് ചെയ്തു. ആദ്യം ഇനീഷ്യലൈസേഷൻ വന്നു, വയലിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ കൊടുത്തു, ബോഡി ഓഫ് ദി ലൂപ്പ് അപ്ഡേഷൻ. ഈ സിൻടാക്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ സെയിം നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് സെയിം പ്രോഗ്രാം ഇത് വെച്ച് ചെയ്യുമ്പോൾ i = 1 ആക്കി ഞാൻ ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. i = 1 while i <4. അപ്പോൾ 1 <4 ആണോ നോക്കും. യെസ് ആണ്. ആണെങ്കിൽ ഒരു പ്രാവശ്യം മുകളിലേക്ക് കടത്തും. പ്രിൻ്റ് ഓഫ് %di, അതിലുള്ള വാല്യൂ 1 ആണ്. 1നെ പ്രിൻറ്റ് ചെയ്യുന്നു. i = i+1, അതിലുള്ള 1 മാറി അവിടെ 2 വരുന്നു. ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു. 2 <4 ആണോ നോക്കുന്നു. യെസ്, എൻ്റെ കണ്ടീഷൻ ട്രൂ ആണ്. ഒന്നുകൂടെ ഉള്ളിലേക്ക് കയറുന്നു. അതിലുള്ള വാല്യൂവിനെ ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു. ഞാൻ 2നെ പ്രിൻറ്റ് ചെയ്തു. ഒന്നുകൂടെ അപ്ഡേഷൻ നടക്കുന്നു. 2 വാല്യൂ മാറി 3 ആവുന്നു. സോ 3 <4 ആണോ എന്നുള്ള കണ്ടീഷൻ അഗെയിൻ ഞാൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണ്. സോ ഒരു പ്രാവശ്യം കൂടെ ഉള്ളിലേക്ക് കടത്തുന്നു. ഞാൻ 3നെ പ്രിൻറ്റ് ചെയ്യുന്നു. അഗെയിൻ i = i+1, 3 മാറി 4 ആയിട്ട് മാറുന്നു. 4 <4 ആണെന്നുള്ള കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ തെറ്റിപ്പോകുന്നു. തെറ്റുമ്പോൾ എന്നെ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഞാൻ നേരെ എവിടേക്ക് പോകേണ്ടി വരും, പുറത്തേക്ക് പോകേണ്ടി വരും. ഇതാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഫോർ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കുക. അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ എന്തിനു വേണ്ടി ഞാൻ ലൂപ്പ് പഠിക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്? എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ 4 വൈലാണ് വരുന്നത്. എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം? ദെൻ അതിനുശേഷം ഇനീഷ്യലൈസേഷൻ എന്താ, കണ്ടീഷൻ എന്താ, അപ്ഡേഷൻ എന്താ, ബോഡി ഓഫ് ദി ലൂപ്പ് എന്താണെന്ന് നോക്കുക. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കുക. എക്സാമ്പിൾ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എക്സാമ്പിൾ. ഓക്കെ.